കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇലക്ട്രോണിക്സിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല സർക്യൂട്ട്സും ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ് ആർ ദെയർ. ട്രാൻസിസ്റ്റർ സർക്യൂട്ട് 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ കോമൺ ബേസ് കണക്ഷൻ, രണ്ടാമത്തെ കോമൺ എമിറ്റർ കണക്ഷൻ, മൂന്നാമത്തെ കോമൺ കളക്ടർ കണക്ഷൻ. ഈ എമിറ്റർ ബേസ് കളക്ടർ എന്നിവയെല്ലാം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി നമുക്ക് ഈ 3 കണക്ഷൻ്റെ അല്ലെങ്കിൽ സർക്യൂട്ട്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒന്നാമത്തെയാണ് കോമൺ ബേസ് കണക്ഷൻ. ഇതിൻ്റെ സർക്യൂട്ട് നോക്കുക. ഫസ്റ്റ് ഫിഗർ കോമൺ ബേസ് NPN ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ടാണ്. സെക്കൻഡ് ഫിഗർ കോമൺ ബേസ് PNP ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ടാണ്. ഇതിൽ ഒരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇവിടെ നമ്മളൊരു വീക്ക് സിഗ്നൽ ഇൻപുട്ട് ചെയ്താൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു NPN ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യാം. ഇവിടെ VEE എന്ന പവർ സപ്ലൈ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. VCB എന്നിട്ടുള്ള പവർ സപ്ലൈ ബേസ് കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് RCക്ക് അക്രോസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ നമുക്കിവിടെ ബേസ് എമിറ്റർ റീജിയൻ ഇൻപുട്ടായിട്ടും ബേസ് കളക്ടർ റീജിയൻ ഔട്ട്പുട്ടായിട്ടും കൺസിഡർ ചെയ്യാം. ഇവിടെ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും എന്താണ് കോമൺ ആയിട്ടുള്ളത്? ബേസ് ആണ് കോമൺ ആയിട്ടുള്ളത്. ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ത്? ബേസ് ടെർമിനൽ ഇൻപുട്ടിലും ഉണ്ട് ഔട്ട്പുട്ടിലും ഉണ്ട്. രണ്ടാമത്തെ PNP ട്രാൻസിസ്റ്ററിലും ഇതുപോലെ തന്നെയാണ് കണക്ഷനെല്ലാം. ഇവിടെയും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഏതാണ് കോമൺ ആയിട്ടുള്ളത്? ബേസ് തന്നെയാണ് കോമൺ ആയിട്ടുള്ളത്. സോ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനിൽ ബേസ് കോമൺ ആയിട്ട് വരുന്നവയാണ് കോമൺ ബേസ് കണക്ഷൻ അല്ലെങ്കിൽ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. That is, base of the transistor is common to both input and output circuits. Such transistor circuits are called as common base transistor circuit. ഇനി ഈ ഒരു സർക്യൂട്ടിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. The ratio of change in collector current to the change in emitter current at constant collector base voltage, that is VCB, is known as current amplification factor. That is, alpha is equal to delta IC divided by delta IE at constant VCB. നമ്മൾ പഠിച്ചു IC എന്ന് പറയുന്നത് IEയുടെ 95% ആണെന്ന്. ഈ 95%നെ നമുക്ക് 0.95 എന്ന് എഴുതാം. സോ ആൽഫ ഇസ് ഈക്വൽ ടു 0.95 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. അതായത് എന്ത് കിട്ടും? 0.95 തന്നെയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. സോ alpha is always less than 1 or unity. This is very important. ഇത് 1 എത്തിയിട്ടില്ലെങ്കിലും 0.99 വരെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ മതി. കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ ബേസ് കറണ്ട് കുറയ്ക്കണം. സോ ബേസ് കറണ്ട് ഡിക്രീസ് ചെയ്യിപ്പിച്ചിട്ട് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ആൽഫ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് we have to derive an expression for collector current. We have seen the expression for current amplification factor as alpha is equal to delta IC divided by delta IE. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആൽഫ is equal to IC divided by IE എന്നും എഴുതാം. So from this we can write IC is equal to alpha IE. ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴേ IC is equal to ആൽഫ IE ആവുള്ളൂ. മുമ്പ് കണ്ട ആ ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് നോക്കുക. ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസാണ് ചെയ്തിരിക്കുന്നത്. ഹിയർ കറണ്ട് ഈസ് ഡ്യൂ ടു മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷനെ റിവേഴ്സ് ബയസാണ് ചെയ്തിരിക്കുന്നത്. So there will be a current due to minority charge carriers. അപ്പോൾ ഈ ഒരു മൈനോറിറ്റി ചാർജ് കാരിയറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി
കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ കൊണ്ടുവരണം. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ടിനെയാണ് ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ദെൻ ദ എക്സ്പ്രഷൻ ഓഫ് കളക്ടർ കറണ്ട് ഐ സി ബിക്കംസ് IC is equal to alpha IE plus I leakage. I leakage എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് കറണ്ട്. സോ the leakage current is the current due to minority charge carriers across the base collector junction on account of it being reverse biased. ഇനി നമുക്ക് ഈ ലീക്കേജ് കറണ്ട് കണ്ടുപിടിക്കണം. ഇതിന് നമ്മൾ എമിറ്ററിൽ നിന്നും വരുന്ന കറണ്ടിനെ ഒക്കെ ഒഴിവാക്കുക. ഇതിനെ ഒഴിവാക്കിയ പിന്നെ കളക്ടർ സെക്ഷനിലെ ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു എമിറ്റർ സെക്ഷനെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ പിന്നെ കറണ്ട് ഒന്നും കളക്ടർ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ അവിടെ ഒരു ലീക്കേജ് കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. Therefore, I leakage is equal to collector base current when emitter is open, which is equal to ICBO. So, IC is equal to alpha IE plus ICBO. ആ ലീക്കേജ് കറണ്ടിൻ്റെ അവിടെ നമ്മൾ ICBO എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് കളക്ടർ ആൻഡ് ബേസ് കറണ്ട്, ദാറ്റ് ഈസ് IE is equal to IC plus IB. ഇത് ICയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IC is equal to ആൽഫ ഇൻറ്റു IC plus IB പ്ലസ് ICBO, which is equal to ആൽഫ IC plus ആൽഫ IB plus ICBO. ഇവിടെ ആൽഫേനെ അങ്ങോട്ട് ഉള്ളിക്കിട്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇനി ഈ ആൽഫേനെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് IC പുറത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് ആൽഫ ഇൻറ്റു IC is equal to ആൽഫ IB പ്ലസ് ICBO. സോ ഇതിൽ നിന്ന് IC എങ്ങനെ കിട്ടും? ആ 1 മൈനസ് ആൽഫേനെ വീണ്ടും ഇപ്പുറത്തേക്ക് തിരിച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? IC is equal to ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു IB പ്ലസ് ICBO divided by 1 minus alpha. So this is the expression for collector current in the circuit. Next, we are going to discuss about the characteristics of common base connection. ഇലക്ട്രോണിക്സിലെ characteristics എന്ന് വെച്ച് കഴിഞ്ഞാൽ study of variation of current with variation of voltage. That is, voltage ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ടിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്കിലൂടെ വ്യത്യാവുന്നത്. സോ ഇവിടെ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ കറണ്ടുമാണ് എടുത്തിരിക്കുന്നത്. കോമൺ ബേസ് കണക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് വിത്ത് ഇൻപുട്ട് വോൾട്ടേജും വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് വിത്ത് ഔട്ട്പുട്ട് വോൾട്ടേജും നമുക്ക് ഡിസ്കസ് ചെയ്യാം. If we study the variation of input current with input voltage, it is called as input characteristics. If we study variation of output current with output voltage, it is output characteristics. ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. VEE എന്നുള്ളത് ഒരു വേരിയബിൾ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ മുമ്പത്തെ സർക്യൂട്ടിൽ കണ്ടു. VE ഒരു റിയോസ്റ്റാറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഈ റിയോസ്റ്റാറ്റിൽ ചെയ്യുന്ന വേരിയേഷൻസ് അനുസരിച്ച് VEEയും മാറിക്കൊണ്ടിരിക്കും. ഇനി ഔട്ട്പുട്ടിൽ കളക്ടർ കറണ്ടിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മില്ലി അമ്മീറ്ററും കൂടി കണക്ട് ചെയ്യുക. കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യാൻ വേണ്ടിയിട്ട് VCC എന്നിട്ടുള്ളൊരു പവർ സപ്ലൈയും അതിലുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പത്തെ സർക്യൂട്ടിൽ കണ്ടതാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ടിലും എന്ത് ചെയ്യുക? ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് എന്ത് മാറുന്നത്? VCC മാറുന്നത്. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് വിത്ത് എ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ ഇൻപുട്ട് കറണ്ട് എമിറ്റർ കറണ്ടാണ്. എമിറ്റർ കറണ്ട് IE എന്ന് ഡിനോട്ട് ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് VBE, ദാറ്റ് ഈസ് ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് VCBU ആണ്.
ദാറ്റ് ഈസ് കളക്ടർ ബേസ് വോൾട്ടേജ്. ഇതിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് നമ്മൾ എമിറ്റർ ബേസ് വോൾട്ടേജ് എടുക്കുന്നു, വൈ ആക്സിസിന് എലോങ് ആയിട്ട് എമിറ്റർ കറണ്ട് IU ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് VCB 0യിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ VCB കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇനി ഇൻപുട്ടിൻ്റെ അവിടെയുള്ള VBE ഓരോ വാല്യൂസായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന IE നോട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിയോസ്റ്റാറ്റ് മാറ്റുന്നതിനനുസരിച്ച് അവിടെയുള്ള വോൾട്ടേജ് മാറും. അപ്പോൾ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് എന്തും മാറും, കറണ്ടും മാറും. അങ്ങനെ കിട്ടുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന പോലെയുള്ള ഒരു ഗ്രാഫ് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, VCB = 0 വോൾട്ടിൽ സെറ്റ് ചെയ്തു. ഓരോ VEB വാല്യൂസിനനുസരിച്ചിട്ടുള്ള IE വാല്യൂസ് നോട്ട് ചെയ്തു. ദെൻ അത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. സോ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് VCB കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വി സ്റ്റഡിഡ് ദ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്. അടുത്തതായിട്ട് VCB ഒരു 10 വോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ആദ്യം നമ്മൾ 0 വോൾട്ട് ആയിരുന്നു, ഇപ്പോൾ 10 വോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അത് അവിടെ നിന്ന് അനക്കരുത്. വീണ്ടും ഇൻപുട്ടിലേക്ക് വന്നിട്ട് VEBയുടെ ഓരോ വാല്യൂസിലുള്ള IE നോട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പത്തെ പോലെ റിയോസ്റ്റാറ്റ് മാറ്റുമ്പോൾ വോൾട്ടേജ് മാറും. ആ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ചിട്ട് കറണ്ടിലുള്ള വേരിയേഷൻസ് നോട്ട് ചെയ്യുക. ദെൻ പ്ലോട്ട് എ ഗ്രാഫ് യൂസിങ് ദീസ് വാല്യൂസ്. സോ ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഗ്രാഫ് സ്റ്റഡി ചെയ്താൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എമിറ്റർ ബേസ് വോൾട്ടേജ് സ്ലൈറ്റായിട്ട് വേരി ചെയ്യുമ്പോഴേക്കും എമിറ്റർ കറണ്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എമിറ്റർ കറണ്ട് IE ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് സ്മോൾ ഇൻക്രീസ് ഇൻ എമിറ്റർ ബേസ് വോൾട്ടേജ്. ഇതിൻ്റെ അർത്ഥം എന്താ, വിച്ച് മീൻസ് ദാറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ. ഇനി നമുക്കറിയാം VCBനെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൽ സെറ്റാക്കി വെച്ചിട്ടാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് വരച്ചത്. ഗ്രാഫ് നോക്കിയാൽ അറിയാം VCB 0 വോൾട്ടിൽ സെറ്റ് ചെയ്തപ്പോഴും 10 വോൾട്ടിൽ സെറ്റ് ചെയ്തപ്പോഴും ഉള്ള കർവുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് IE ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് VCB. ഈ ഒരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദിസ് കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കാണാം. ദാറ്റ് ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RIN which is equal to delta VEB divided by delta IE at constant VCB. Here input voltage is the varying base emitter voltage, that is delta VBE, and input current is the varying emitter current, that is delta IE. So input resistance is the ratio of changing emitter base voltage to the resulting emitter current at constant collector base voltage. ഇനി ഗ്രാഫ് വന്നിട്ട് അതിൽ നിന്നും ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഒരു ഗ്രാഫിലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് IN = 1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് കണ്ടാൽ മതി. ഈ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ സ്മോൾ ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. because input current IE varies rapidly with input voltage VBE. അപ്പോൾ ഇതൊക്കെയാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. അടുത്തതായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് characteristics is the variation of output current IC with output voltage VCB at constant input current IE. First IE 0 mA ആയിട്ട് സെറ്റ് ചെയ്യുക. IE എന്ന് വെച്ചാൽ എന്താ, എമിറ്റർ കറണ്ട്. ഇവിടെ നമ്മൾ എമിറ്റർ കറണ്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് VCBയുടെ വാല്യൂസ് മാറ്റി കൊടുക്കുകയും കറസ്പോണ്ടിങ് IC എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ കറണ്ടിൻ്റെ വാല്യൂസ് നോട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ മാറിപ്പോകരുത്.
ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ VCB ആണ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വയ്ക്കുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ IE ആണ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത്. എന്നിട്ട് VCBയുടെ വാല്യൂസ് മാറ്റി കൊടുത്തിട്ട് IC എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ കറണ്ടിൻ്റെ വാല്യൂസ് നോട്ട് ചെയ്യുക. ദെൻ പ്ലോട്ട് എ ഗ്രാഫ് യൂസിങ് ദീസ് വാല്യൂസ്. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു പെർട്ടിക്കുലർ വാല്യൂസിന് ശേഷം VCB എത്ര ഇൻക്രീസ് ചെയ്താലും IC എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇൻപുട്ട് കറണ്ട് ഒരു 1 മില്ലി ആംപിയർ സെറ്റ് ചെയ്ത് മുമ്പത്തെ പോലെ തന്നെ VCB വാരി ചെയ്യുക. അപ്പോഴും നമുക്ക് കാണാം IC ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ ഇൻക്രീസ് ചെയ്ത് പിന്നീട് കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ്. സോ ഈ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? കളക്ടർ കറണ്ട് IC varies with VCB only at a very low voltages around below 1 volt. So the transistor is never operated in this region. When the value of VCB is raised above 1 to 2 volt, the IC becomes constant. It means IC is independent of VCB and depends on IE. ഇനി നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും നോക്കാം. എന്താണ് ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ ബേസ് വോൾട്ടേജ് ടു ദി ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് എമിറ്റർ കറണ്ട്. ദാറ്റ് ഈസ് we can represent it as mathematically output resistance RO, which is equal to delta VCB divided by delta IC at constant IE. ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ കോമൺ ബേസ് കണക്ഷൻ ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും.